വടക്കുന്നാഥനെ കുറിച്ച് നമുക്ക് പറയാണ്ട് പോകാൻ പറ്റില്ല. വടക്കുന്നാഥൻ എടുക്കുമ്പോൾ അതിൽ ഒരു കിളി പാട്ട് മുളവേ എന്നുള്ള പാട്ടിലൊരു പോർഷനിൽ ഒരു കിളി പറക്കുന്ന പോലെ തോന്നുന്നൊരു സ്ഥലമുണ്ട്. അത് പറന്ന് 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 പറന്നു ഞാൻ എന്ന് പറയുമ്പോ ഒരു ചിറകടി അതിന് വളരെ കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള, വളരെ അത്രയും ആഴത്തിൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന, വരി മനസ്സിലാക്കുന്ന ഒരു സിംഗുള്ള മ്യൂസിക് ഡയറക്ടർക്ക് പറ്റുന്ന കാര്യമാണ്. വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക, നിരവധി ഗാനങ്ങൾ രവീന്ദ്രൻ മാസ്റ്റർക്ക് വേണ്ടി പാടിയിട്ടുള്ള ഗായിക, നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചി രവീന്ദ്ര മാഷെ. പാട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് ആദ്യം പാടിപ്പിച്ച പാട്ടെന്ന് പറയുന്നത് കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ എന്നുള്ള പാട്ടാണ്. അത് ജെമിനി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തതാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് പാട്ടുകൾക്ക് മാസ്റ്റർക്ക് വേണ്ടി പാടി. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞാൽ വിഷമമാണ്, എന്നാലും എൻ്റെ മനസ്സിൽ എപ്പോഴും ആദ്യം ഓടി വരുന്ന പാട്ട് വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും. ഈ പാട്ട് അതുപോലെ തന്നെ കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം എന്നുള്ള പാട്ട്, അതുപോലെ കാർമുകിൽ വർണ്ണന്റെ ഇങ്ങനെ മാസിന്റെ പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ, അങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ ഞാൻ രവീന്ദ്ര മാഷിന്റെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മാഷിന്റെ കുടുംബമായിട്ടും ശോഭ ചേച്ചിയായിട്ടും വളരെ നല്ല അടുപ്പാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമം ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ ഞാൻ പോകുമ്പോഴും എന്നെ തിരിച്ച് ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ കൗൺസിലിംഗ് തന്ന കൂട്ടത്തിൽ ഒരാളാണ് ശോഭ ചേച്ചി. ശോഭ ചേച്ചി ഒരുപാട് കഥകൾ, കൃഷ്ണന്റെ കഥകളും അങ്ങനെ പല കാര്യങ്ങളും, നല്ല ഉപദേശങ്ങൾ തന്ന് എന്നെ വീണ്ടും തിരിച്ച് സംഗീത ലോകത്തേക്ക് കൊണ്ടുവരാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചൊരു വ്യക്തിയാണ് ശോഭ ചേച്ചിയും. മാഷിനെ കുറിച്ച് നടക്കുന്ന ഈ ഒരു ഓർമ്മയിൽ നിന്നും എന്ന പ്രോഗ്രാമിന് എന്റെ എല്ലാ ആശംസകളും. ശോഭ ചേച്ചിയുടെ ഒരു മോട്ടിവേഷനും ചിത്ര ചേച്ചി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷകരെ, ആസ്വാദകരെ, ശ്രോതാക്കളെയൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഇപ്പൊ പറയുന്ന ഒരു കാര്യം ശോഭേച്ചി പറയുമ്പോ ഇതിനെന്താണ് കാരണം? നമ്മൾ ബാക്കിലോട്ട് ചെന്ന് ചിന്തിക്കുമ്പം രവീന്ദ്രൻ മാഷ് വരുന്നു, രവീന്ദ്രൻ മാഷോടൊപ്പമാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് ശോഭ ചേച്ചി എന്ന് പറയുന്ന ഒരാൾക്ക് ആത്മബന്ധങ്ങൾ ഉണ്ടാകുന്നതും തിരുമേനി പറഞ്ഞതുപോലെ വെച്ച് വിളമ്പി കൊടുക്കാൻ പറ്റുന്ന ബന്ധങ്ങൾ ഉണ്ടാകുന്നതെല്ലാം. അപ്പോൾ രവീന്ദ്രൻ മാഷയുടെ ഒരു വിയോഗത്തിന് ശേഷവും ആ ബന്ധങ്ങൾ നിലനിർത്താനും അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമായി മാറി ഇത്തരം ചില കാര്യങ്ങൾ, അതും പാട്ടിലേക്കാണ് വരുന്നത്. അത് പിന്നീട് എത്ര നല്ല പാട്ടുകൾ ചിത്ര ചേച്ചി പാടി ഉണ്ടായെന്ന് ചിന്തിക്കുമ്പോൾ അതിലേക്കുണ്ടാകുന്നു. അതൊരു നിമിത്തമാണ്, അതൊരു നിയോഗമാണ്. ഇത്തരത്തിലുള്ള ചില എപ്പിസോഡുകൾ നമ്മളിപ്പോൾ KPC ചില എപ്പിസോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രോഹിത് സാറിന്റെ എപ്പിസോഡ് ചെയ്യുമ്പം ഇതിനുശേഷം പുറത്തിറങ്ങി പല ആൾക്കാരെയും കാണുമ്പോൾ അവർ പറയും, നിങ്ങൾ ഇത് ഇന്ന സിനിമ, അയാളുടെ ആ സിനിമയല്ലേ പറയേണ്ടത്, അത് പറയാതെ നിങ്ങൾ ഈ എപ്പിസോഡ് ചെയ്തിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഓരോരുത്തരും നമ്മളിതിൽ പരാമർശിക്കാതെ പോയ ഓരോ പാട്ട് പറയും, സിനിമ പറയും, കഥാപാത്രങ്ങൾ പറയും, മുഹൂർത്തങ്ങൾ പറയും. പലരും നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ് നിങ്ങൾ 2 മണിക്കൂറിൽ പറഞ്ഞിട്ട് ആ പടം പറയണ്ടേ ചോദിക്കും. ശരിയാണ്, പറയേണ്ടതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരാതി കേൾക്കാൻ പോകുന്ന എപ്പിസോഡുകളിലൊന്ന് ഇതായിരിക്കും. നിങ്ങൾ രവീന്ദ്ര മാഷെ കുറിച്ചൊക്കെ ഇത്രയും നേരം പറഞ്ഞിട്ട് ആ പാട്ട് പറഞ്ഞോ, ഇതല്ലേ പറയേണ്ടിയിരുന്നല്ലത്. കാരണം ഇതിന്റെയൊക്കെ ഒരു സമയപരിധിയും കാര്യങ്ങളും പറഞ്ഞാലും തീരാത്ത, ഓർത്താൽ തീരാത്ത എത്രയോ സൃഷ്ടികളാണ് ഈ ലെജൻസ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ വെച്ച് തന്നിരിക്കുന്നത്. അവരോരോരുത്തർക്കും ഓരോന്നാണ്, ഓരോ ജീവിതങ്ങളെയും സ്വാധീനിച്ചത് ഓരോ തരത്തിലാണ്, ഓരോ സൃഷ്ടികളിലൂടെയാണ്. ഓർമ്മകൾ ഇനിയും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, പറഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. 2 ചോദ്യങ്ങൾ ഞാൻ കൂടെ ഇടയ്ക്ക് ചോദിക്കൂ. ഒന്ന് തിരുമേനിച്ചേട്ടനോട്, എഴുതി ട്യൂൺ ചെയ്തിട്ടുണ്ടോ? ധാരാളം ഉണ്ടല്ലേ? അതേപോലെ ഏതോ അത് എഴുതി ട്യൂൺ ചെയ്തത് അല്ലേ? ഓ ശരി. പിന്നെ ഗോപിക വസന്തം അത് എഴുതി ചെയ്തത് അല്ലേ? ഒരേ പാട്ടുകളല്ലേ, ഒരേ പാട്ടുകൾ ട്യൂൺ ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ?
പക്ഷെ നമുക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ മാഷിന്റെ സംഗീതത്തിന്റെ രീതി കൊണ്ടാകും ഇത്. അതെ അതെ. മാഷിന്റെ പാട്ട് അങ്ങനെ വ്യത്യാസം തോന്നില്ല, രണ്ട് രീതിയിലും എഴുതി ചെയ്യുമ്പോഴും ചെയ്ത്. ഇനി എനിക്കൊരാഗ്രഹം, ശോഭ ചേച്ചി പറഞ്ഞതിന്റെ ബാക്കിയാണ്. ശോഭ ചേച്ചിക്ക് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. രവീന്ദ്രൻ മാഷ് ഏത് പാട്ട് ചെയ്യുമ്പോഴും ആദ്യം കേൾക്കുന്ന ഞാനാന്ന് പറഞ്ഞു. ഈ ഭാഗ്യം വയലാറിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിട്ടില്ല. ഒരൊറ്റ പാട്ട് വയലാറിന്റെ ഭാര്യ, അതായത് എൻ്റെ അമ്മ കേട്ടിട്ടില്ല. അപ്പോൾ അതിന് മറുപടിയായിട്ട് തമ്പിച്ചേട്ടൻ എഴുതി രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്തൊരു പാട്ടിന് 4 വരിയുണ്ട്. 2 പേർക്കും കൂടി ഒരു മറുപടി പറയാം നമുക്ക്. എൻ്റെ ഒരു ആഗ്രഹം, കനകത്തിൻ ഭാരമെന്ന് പാടിക്കിയത്. കനകത്തിൻ ഭാരമെന്തിന്നോമനേ, എൻ്റെ പ്രണയം നിന്നാഭരണമല്ലയോ, നിലയ്ക്കാത്ത ധനമെന്തിന്നോമനേ, നിന്റെ മടിയിലെൻ കൺമണികളില്ലയോ. തമ്പിച്ചേട്ടൻ്റെ 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 ശ്രീമാനൻ തമ്പി സാറിന്റെ വരികൾ എന്ന് പറയുന്നത് അതിഗംഭീരമായ വരികളാണ്. അവരുടെ കോമ്പിനേഷനുള്ള പാട്ടുകളും ചില പാട്ടുകൾ നമ്മൾ ഓർക്കുമ്പോഴേ ഇപ്പൊ അതിലെ സിനിമ പാട്ടുകളും ഇതിപ്പം സിനിമയിലല്ലല്ലോ. ഇന്നും എന്റെ കണ്ണുനീരിൽ നിൻ പ്രണയ പൂകനിഞ്ഞ പൂമ്പൊടികൾ ചിറകിലേന്തി എന്റെ ഗാനപ്പൂത്തുമ്പികൾ നിന്നധരം തേടി. ഇപ്പൊ ഒരുപക്ഷെ മലയാളത്തിൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച ഗസലുകളിൽ ഒന്നാണ് ഇന്നും എന്റെ കണ്ണുനീരിലും അതുപോലെ നിറങ്ങളെ പാടൂ എന്നുള്ള കാവാലം സാറിന്റെ പാട്ട് അല്ല. ഇത് രണ്ടും അതിനെ കവച്ചു വെക്കുന്ന ഒരു ഗസൽ ഒരുപക്ഷെ ഈ 90-കൾക്ക് ഇപ്പുറത്തേക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. രവീന്ദ്ര മാഷ് പാട്ടിന് വരികൾ എഴുതാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. നമുക്ക് ഒരുപാട് പേരെ പറ്റി നമ്മൾ പറഞ്ഞെങ്കിലും 80-കളുടെ തുടക്കത്തിൽ താരാട്ട് എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു വനിതാ പാട്ടെഴുത്തുകാരി എഴുതിയൊരു പാട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആ സമയത്ത് ആലോലം പൂമുത്ത എന്ന് പറയുന്ന ഒരു പാട്ട് ആ വരികൾ എഴുതിയ ശശികല മേനോൻ രവീന്ദ്ര മാഷ് ഓർക്കുന്നു. രവീന്ദ്ര മാഷെ കുറിച്ച് ഓർക്കുമ്പോൾ അറിയാതെ കൈ കൂപ്പി പോവാറുണ്ട്. കാരണം അതൊരു വലിയ ഭാഗ്യമായിട്ട് ജീവിതത്തിൽ ഞാൻ കണക്കാക്കുന്നു. ഒരു സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടത്തിലാണ് ഞാൻ കുറച്ച് ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. ദേവരായ മാഷ്, അതേപോലെ എ ടി ഉമ്മർ സാറ്, രവീന്ദ്ര മാഷൊപ്പൊക്കെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ്. ആദ്യം താരാട്ട് എന്നുള്ള സിനിമയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് താരാട്ട് പാട്ട് സുശീലാമ്മയാണ് അന്ന് പാടിയത്. അപ്പം അന്ന് എഴുതുന്ന ഞാൻ മാഷെ കണ്ടിരുന്നില്ല. അന്ന് കാണാൻ പറ്റിയില്ല, വേഗം എഴുതി കൊടുത്ത് തിരിച്ചു പോരുകയായി. പിന്നീട് ഞാൻ നമ്പറൊക്കെ സംഘടിപ്പിച്ച് ബാലേന്ദ്രൻ മേനോൻ സാറിനോട് തന്നെ നമ്പറൊക്കെ മേടിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു. വളരെ നന്നായിട്ട്, വളരെ വാത്സല്യപൂർവ്വം മാഷ് സംസാരിച്ചു. പാട്ട് നന്നായിട്ടുണ്ട് പറഞ്ഞു. പിന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ നന്നായി വരട്ടെ എന്ന് പറഞ്ഞു. ആ ഒരു മുഹൂർത്തങ്ങളൊക്കെ വാസ്തവത്തിൽ ഒരു അപൂർവ ഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഈശ്വരനോട് നന്ദി പറയുന്നു.